ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ അടുത്ത പരീക്ഷണം വരുന്നത് ഈ ബ്രെഡിലും ഡാർക്ക് ചോക്ലേറ്റിലുമാണ്. വീട്ടിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി ഒരു റെസിപ്പി ഉണ്ടാക്കായിരുന്നു. അങ്ങനെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിൽ 1, 2, 3 അങ്ങനെ 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ച് കുറച്ച് പഞ്ചസാരയും കുറച്ച് വാനില എസൻസും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തിടുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് പാലൊഴിക്കാൻ മറന്നു. അങ്ങനെ അതിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് അത്യാവശ്യം നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനൊരു ബൗളിലേക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ പൊടിച്ചിട്ടു. പിന്നെ എനിക്ക് ദേഷ്യം വന്ന് ഞാൻ കട്ടായിട്ട് എടുത്തിട്ടു കേട്ടോ. അങ്ങനെ അതോടെ ഇട്ട് മെൽറ്റ് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ മെയിൻ സാധനം ബ്രെഡ്. അങ്ങനെ ബ്രെഡ് എടുത്ത് അതിൻ്റെ 4 സൈഡും ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം ഈ ബ്രെഡിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് വേണമെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്യാം, 4ആയിട്ടാണ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി കട്ട് ചെയ്തായിരിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബ്രെഡിൽ ഫില്ല് ചെയ്യാനുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് ഈ ഡാർക്ക് ചോക്ലേറ്റ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് ഈ ബ്രെഡ് മുക്കി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറും കൂടെ തേച്ച് ചൂടായതിനു ശേഷം ബ്രെഡ് നന്നായിട്ട് ഓരോന്നോരോന്നായിട്ട് മുക്കി പൊരിച്ചെടുക്കുക. അങ്ങനെ 2 സൈഡ് നന്നായിട്ട് മൊരിച്ചെടുത്തതിന് ശേഷമൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. നമ്മുടെ ബ്രെഡ് വെച്ചിട്ടുള്ളൊരു കിടിലൻ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ പേരൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല ഗൈസ്. ഞാനൊന്ന് യൂട്യൂബിൽ കണ്ടതാണ്, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് വേണമെങ്കിൽ തൽക്കാലം ബ്രെഡ് ഡാർക്ക് ചോക്ലേറ്റ് ഫില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും വിളിക്കാം. അപ്പോൾ ഇത് അവർ പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റിൽ മുക്കി ടേസ്റ്റ് ചെയ്യണമെന്നാണ്. പക്ഷേ എനിക്ക് അല്ലാതെ കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ അതിൽ ഡാർക്ക് ചോക്ലേറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതല്ലാതെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണോ കഴിക്കാം. പക്ഷേ ഇത് തണുത്ത് പോയതിന് ശേഷം കഴിക്കാൻ നിൽക്കരുത്, അത് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും. എനിക്കെന്തോ തണുത്ത് പോയതിന് ശേഷം കഴിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു കിഡിലൻ റെസിപ്പിയാണ് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷം. ടാറ്റ ബൈ ബൈ, സീ യു.